Hi friends, welcome to Wait Tutorial. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ സിമ്പിളും എന്നാൽ ഏറ്റവും അധികം ഉപയോഗമുള്ളതുമായ ഒരു VB സ്ക്രിപ്റ്റ് ആണ്. എന്താണ് ഈ VB സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സലിലേക്ക് മൈക്രോസോഫ്റ്റ് എക്സലിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഫങ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ആണ് VB സ്ക്രിപ്റ്റ്. നമുക്ക് ഈ VB സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഇന്ന് എക്സലിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്കങ്ങളെ എക്സലിനെ കൊണ്ട് തന്നെ എങ്ങനെ അക്ഷരത്തിലേക്ക് എഴുതിപ്പിക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യിക്കാം എന്ന് നോക്കാം. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എഴുതുന്ന ഏതൊരു സംഖ്യയെയും എക്സൽ തന്നെ അക്ഷരത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എക്സലിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഇതിപ്പോൾ എക്സൽ ഓപ്പൺ ആണ്. എക്സൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് F11 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്നുള്ള സ്ക്രീൻ ഓപ്പൺ ആയി വരുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസെർട്ട് എന്നുള്ള ഈ ടാബിൽ ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് മോഡ്യൂൾ എന്ന ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു മോഡ്യൂൾ ഇൻസെർട്ട് ആകുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ മോഡ്യൂളിലാണ് നമ്മുടെ VB സ്ക്രിപ്റ്റ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ VB സ്ക്രിപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് ഒരു നോട്ട് ഫയലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഈ VB സ്ക്രിപ്റ്റ് ഞാൻ ചുവടെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മുടെ എക്സലിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഇതിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിനി എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു നോക്കാം. ഈ VB സ്ക്രിപ്റ്റിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ്ഡ് പേര് എങ്ങനെ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കറൻസി ഫോർമാറ്റിലേക്ക് എങ്ങനെ മാറ്റാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള കറൻസിയിലേക്ക് ഇവരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എക്സൽ എങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ VB സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള VB സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കിവിടെ കാണാം ഞാനിവിടെ ഫംഗ്ഷൻ വിറ്റ് എന്നാണ് ടൈപ്പ് ചെയ്തത്. അത് ഈ ഫംഗ്ഷൻ നെയിം, അതായത് ഈ ഫംഗ്ഷൻ്റെ പേര് വിറ്റ് എന്നാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ VB സ്ക്രിപ്റ്റിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ എക്സലിൽ പോയി അതിനുശേഷം ഞാനിവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുകയെന്ന് വെക്കുക. ഇനി ഈ എമൗണ്ടിന് എനിക്ക് എന്ത് ചെയ്യണം? അക്ഷരത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോർമലായിട്ട് ഫംഗ്ഷനും ഫോർമുലാസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഈസ് ഈക്വൽ ടു എന്നുള്ള ടൈപ്പ് ചെയ്തു. അതിനുശേഷം W എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ എനാബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വിറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് സെല്ല് ആണ് നമ്മൾ ഏത് സെല്ലിലെ വാല്യൂസിനെയാണ് നമുക്ക് അക്ഷരത്തിലേക്ക് എഴുതുന്നത് ആ സെല്ല് സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിക്കുക. വളരെ സിമ്പിളും എന്നാൽ വളരെ വേഗത്തിലും നിങ്ങൾക്കിവിടെ കാണാം എക്സൽ എന്ത് ചെയ്തിരിക്കുന്നു. ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത ആ തുകയെ അക്കത്തിലുള്ള ആ തുകയെ അക്ഷരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. 12,220 rupees ആൻഡ് നോ പൈസ. അതായത് ഇവിടെ പൈസ, അതായത് ദശാംശ രൂപത്തിലുള്ള പൈസയായിട്ട് ചെറിയ എമൗണ്ട്സ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അത് നോ പൈസ എന്ന് കാണിക്കുന്നത്. ഇനി അഥവാ നമുക്ക് ഇതിനകത്ത് പൈസ കാണിക്കണമെങ്കിൽ 0.5 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആൻഡ് 50 പൈസ. കണ്ടോ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അതല്ല 50 അല്ല 0.5 പൈസയാണെങ്കിൽ നോക്കൂ ആൻഡ് 5 പൈസ. അപ്പോൾ നമ്മൾ ഏത് തുക ഏതൊരു അക്കം ടൈപ്പ് ചെയ്താലും ആ തുകയെ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ അതായത് അക്ഷരത്തിലേക്ക് എക്സൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തരും. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ എക്സൽ ഫംഗ്ഷൻ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷന് നമ്മുടേതായിട്ടുള്ള പേഴ്സണലൈസേഷൻ എങ്ങനെ ചെയ്യാം ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് F11 ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മോഡ്യൂൾ ഇവിടെ ഓപ്പൺ ആണ്, കാണല്ലോ. ഈ മോഡ്യൂൾ എവിടെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഷീറ്റിലാണോ ഈ വർക്ക് ബുക്കിൽ മാത്രമാണോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ മോഡ്യൂൾ ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള ഈ സെക്ഷൻ കണ്ടോ. ഇവിടെയാണ് നമ്മുടെ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ വിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് കേരള എന്ന് ടൈപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഫംഗ്ഷൻ പിന്നെ ഇതിൻ്റെ എൻഡിലും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് ഇവിടെ എൻഡ് ഫംഗ്ഷന് മുമ്പേയും ഇത് കേരള എന്ന് ഞാൻ തിരുത്തി എഴുതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേര് കേരള എന്നായിരിക്കണം. ഓക്കെ, വളരെ സിമ്പിൾ. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ സെയിം ഇത് കണക്കൊരു എമൗണ്ട് എഴുതാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇറർ വന്നു കഴിഞ്ഞ കാര്യം ഈ ഫംഗ്ഷൻ ഓൾറെഡി എക്സലിൽ നിന്ന് റിമൂവ് ആയതുകൊണ്ടാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഈസ് ഈക്വൽ ടു W അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആ ഫംഗ്ഷൻ ഇവിടെ ഇല്ല, കാരണം ആ ഫംഗ്ഷനെ ഞാൻ റീനെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കേരള എന്നാണ്. ഇനി കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേരള. കണ്ടോ,
കേരള എന്ന് കാണാം. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 2000 കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനെ അക്ഷരത്തിലേക്ക് എക്സൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ റുപ്പീസിന് പകരം ഡോളർസോ, ഈ കറൻസി ചേഞ്ച് ചെയ്യാനായിട്ട് ഡോളർസോ ദറംസോ റിയാൽസോ അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കറൻസിയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനിടെ നമുക്ക് വീണ്ടും ഈ കോഡിങ്ങിലേക്ക് പോകാം. Alt F11 ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഡിം റുപ്പീസ് ആൻഡ് പൈസയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള കറൻസിയിലേക്ക്. പക്ഷേ ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ചേഞ്ചസ് ഈ ഫംഗ്ഷൻ്റെ എൻഡ് വരെ ഇതുവരെയുള്ള ഭാഗങ്ങളിലെല്ലാം എവിടെയൊക്കെ റുപ്പീസ് ആൻഡ് പൈസസ് എന്ന് കിടക്കുന്നു അവിടെ എല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഫോർമുല മൊത്തം എന്ത് ചെയ്യാം, ഒരു വേർഡ് ഫയലിലേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമുക്കിപ്പം അറിയാം നമുക്ക് എവിടെയാണ് ഇപ്പം എനിക്ക് ചേഞ്ച് ആക്കേണ്ടത്. ഈ ഫംഗ്ഷൻ്റെ നെയിമാണ്. ഫംഗ്ഷൻ നെയിം കിടക്കുന്ന കേരള എന്നല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം എവിടെയൊക്കെ ഈ ഫംഗ്ഷൻ കേരള എന്നുള്ള ഫംഗ്ഷൻ നെയിം കിടക്കുന്നുണ്ടെന്ന്. ഫൈൻഡ് എന്നുള്ള ഓപ്ഷനാണിത് മൈക്രോസോഫ്റ്റ് വേർഡിലുള്ള. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാണാം 2 പ്ലേസിനുള്ളത്, കേരള ഇവിടെയും പിന്നെ രണ്ടാമത്തെ പ്ലേസ് ഇവിടെയും. അപ്പോൾ ഈ രണ്ടിടത്തുമാണ് നിങ്ങളത് ചേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടെ നിന്ന് കേരള എന്നുള്ളത് മാറ്റി നിങ്ങളുടെ ഫംഗ്ഷൻ ഏത് പേര് കൊടുക്കുന്നു അതുപോലെ ആ പേര് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾക്ക് കറൻസിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ കിടക്കുന്ന കറൻസി റുപ്പീസ് ആൻഡ് പൈസയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ എവിടെയൊക്കെയാണ് റുപ്പീസ് ഉള്ളത് എല്ലാം ചേഞ്ച് ചെയ്യണം. റുപ്പീസ് ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 12 പ്ലേസസിലുണ്ട്. 1 by 1 ആയിട്ട് ഓരോ പ്ലേസസിലും നിങ്ങൾ പോയതിന് ശേഷം ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കറൻസി അവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ പൈസ എന്നുള്ളത് 12 പ്ലേസിലുണ്ട്. അവിടെ എല്ലാം പോയതിന് ശേഷം നിങ്ങൾ ഏത് കറൻസിയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ ദിർഹമാണോ ഫിൽസ് ആണോ എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതെല്ലാം ഈ 12 പ്ലേസിലും ചേഞ്ച് ആക്കുക. ചേഞ്ച് ആക്കിയതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഫംഗ്ഷനെ ഈ സ്ക്രിപ്റ്റിനെ കോപ്പി ചെയ്തിട്ട് വീണ്ടും നമ്മുടെ എക്സലിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡ്യൂളിൽ ഉള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പേസ്റ്റ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണയായിട്ട് ഓഫീസുകളിലും മറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി അക്കൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരൂ, പിന്നെ നിങ്ങളുടെ കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.